വർക്കലയിലെ സ്വകാര്യ റിസോർട്ടിൽ വെച്ച് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു. തുടർന്ന് പാപനാശം കുന്നിൽ നിന്ന് താഴേക്ക് ചാടി യുവതിയുടെ ആത്മഹത്യാശ്രമം. തമിഴ്നാട് സ്വദേശിനിയായ 29-കാരിയാണ് താഴേക്ക് ചാടിയത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി യുവതി. പോലീസ് പറയുന്നത് ഇങ്ങനെ: യുവതിയുടെ ആൺസുഹൃത്ത് തിരുനെൽവേലി സ്വദേശിയായ വസന്തും കൂട്ടാളികളും ചേർന്ന് യുവതിയെ വർക്കല തിരുവമ്പാടി ബീച്ചിലെ സ്വകാര്യ റിസോർട്ടിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി എത്തിക്കുകയായിരുന്നു. യുവാക്കൾ റിസോർട്ടിൽ വെച്ച് യുവതിക്ക് ശീതളപാനീയത്തിൽ ലഹരി കലർത്തി നൽകിയ ശേഷം ദിവസങ്ങളോളം ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കുകയായിരുന്നുവെന്നും തുടർന്ന് മൂവരും ചേർന്ന് യുവതിയെ കാറിൽ കയറ്റി വർക്കല ഹെലിപ്പാഡിനടുത്തെത്തിയപ്പോൾ യുവതി രക്ഷപ്പെടാൻ വേണ്ടിയാണ് കാറിൽ നിന്നും ഇറങ്ങി ഓടി കുന്നിൽ നിന്ന് താഴേക്ക് ചാടിയതെന്നുമാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി അപകടനില തരണം ചെയ്ത ശേഷം പോലീസിനോട് പറഞ്ഞത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ആത്മഹത്യാശ്രമം എന്ന് കരുതിയ കേസിലാണ് യുവതിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേസിന് നിർണായക വഴിത്തിരിവായത്. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലായിരുന്ന തിരുനെൽവേലി സ്വദേശികളായ യുവതിയുടെ ആൺസുഹൃത്ത് വസന്ത്, കാന്തൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന തിരുനെൽവേലി സ്വദേശി ദിനേശിനു വേണ്ടി പോലീസ് അന്വേഷണം വ്യാപകമാക്കി. അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇക്കഴിഞ്ഞ 3-ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. ഹെലിപ്പാഡിനടുത്തുള്ള ടൂറിസം പോലീസിന്റെ എയ്ഡ് പോസ്റ്റിന് സമീപത്തു നിന്നാണ് യുവതി താഴേക്ക് ചാടിയത്. ഏകദേശം 30 അടി താഴ്ചയിലേക്കാണ് വീണത്. യുവതിയുടെ കാലിനും തലയ്ക്കും ഗുരുതര പരിക്കുകളും വായിലൂടെ രക്തസ്രാവവും ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. വർക്കല ടൂറിസം പോലീസ് ഉദ്യോഗസ്ഥരാണ് യുവതിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവതിയുടെ ബന്ധുക്കൾ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി തമിഴ്നാട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബീക്കൺ ന്യൂസ്, വർക്കല.